നിന്റെ കാല് മറ്റേടു ഇരിക്കേണ്ടത് നടന്ന് ക്ലാസ്സിൽ ഇത് സെമിനാർ നടന്നു ഞാൻ പോയില്ലേ വേഗം ഒന്ന് ക്ലാസ് കഴിഞ്ഞാൽ നേരം നിന്നിട്ട് തന്നെ പോയി വെറുതെ ഇരിക്കാൻ ദീപക്ക് വരുന്നുണ്ടല്ലോ ഇന്നിനി എന്താണാവോ വരട്ടെ ചോദിക്കാം. സാർ ഓക്കെ സാർ പ്ലീസ് സാർ നാളെ എന്തായാലും കഴിക്കാം സാർ പ്ലീസ്. ഇന്നെന്താടാ പ്രശ്നം? ടാർഗറ്റ് കഴിഞ്ഞിട്ടില്ല അതന്നെ പോരാത്തതിന് ആ മാനേജറിന്റെ പ്രഷറും. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്തിനാടാ വേറെ ജോലി നോക്കി കൂടെ നിനക്ക്? ശരിയാടോ ഞാൻ പേപ്പർ ഇടാൻ പോവാ എന്നിട്ട് വേണം തന്നെ പോലെ വെറുതിരിക്കാൻ. എന്ത് സുഖം അല്ലേ? ആടോ ശരിയാട്ടോ ഇയാളൊക്കെ ലൈഫാണ് ലൈഫ്. എന്ത് ലൈഫടാ? കഴിഞ്ഞ കോവിഡ് കഴിഞ്ഞപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന് ഞാനാ എത്ര നാളായി ഇരിപ്പ് വെക്കാൻ തുടങ്ങിയിട്ട്. ആദ്യത്തെ 2-3 മാസമൊക്കെ വീട്ടിൽ നമുക്ക് എങ്ങനെയും പിടിച്ചു വെക്കാം. 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു വലിച്ചില്ല. പിന്നെ ലോണ്, ആ ബില്ല്, ഈ ബില്ല്, മൊത്തം പുലിവാലാവും. നിനക്ക് ഈ ജോലി പറ്റണേ നീ നിർത്തിക്കോ, പക്ഷെ വേറൊരു ജോലി ആയിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എൻ്റെ പോലെ ഇങ്ങനെ വന്നിരിക്കേണ്ടി വരും. പുറത്തുനിന്ന് നോക്കുന്നത് ഭയങ്കര സുഖമുള്ള പരിപാടിയാടാ. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്റെ പൊന്നെ ലോണ് EMI എന്തൊക്കെയാണ് ഇതിനെ സെമിനാർ പ്രൊജക്റ്റ് പഠിപ്പിന് ഇഷ്ടഭേദം. എടാ നീ ഇപ്പോൾ കടന്നു പോകുന്ന ഒരാളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായ സമയത്തിലൂടെയാണ്. നീ നന്നായി പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. നിൻ്റെ ലൈഫ് ഇപ്പോൾ നീ നന്നായി എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ ഈ തിണ്ണയിൽ നീ ഇതേപോലെ വന്നിരിക്കേണ്ടി വരും.